യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി എയർ ഇന്ത്യ. കൊച്ചിയിലേക്കുള്ള 4 വിമാനങ്ങളടക്കം 11 വിമാനങ്ങൾ റദ്ദാക്കി. മുൻകരുതലിന്റെ ഭാഗമായി വിമാനങ്ങൾ വൈകാനും റദ്ദാക്കാനും വഴിതിരിച്ചുവിടാനും സാധ്യതയുണ്ടെന്ന് യാത്രക്കാർക്ക് സിയാൽ മുന്നറിയിപ്പ് നൽകി. വൈഫ് ജർമ്മനിക്ക് പോകാനുള്ളതാണ്. ഖത്തർ വഴി കണക്റ്റഡ് ഫ്ലൈറ്റാണ്. 4 മണിക്ക് പുലർച്ചെ 4:15 ടൈമിംഗ് ആയിരുന്നു. ഞങ്ങൾ 10 മണിയോടുകൂടി വന്നാൽ രാത്രിയിൽ. അന്നേരം അറിയുന്ന ഓൺ ദ വേയിൽ അറിഞ്ഞായിരുന്നു ക്യാൻസൽ ആകാൻ തുടങ്ങി ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത്. പക്ഷേ ഇവരുടെ ഭാഗത്ത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഈ ഫ്ലൈറ്റ് ക്യാൻസലാണോ ഇപ്പോഴും അവർ പറയുന്നത് 7 മണിക്കൂർ ഡിലേ ആവണേ പോകുമെന്നാണ് പറയുന്നത്. കാരണം വെയിറ്റ് ചെയ്തിരിക്കും ഇവിടെ, രാത്രി മുഴുവൻ വെയിറ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ന്യൂയോർക്കിന് പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം ഫ്ലൈറ്റ് ഞങ്ങൾ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ഫ്ലൈറ്റ് അവിടുന്ന് ഉള്ള കണക്ഷൻ ഫ്ലൈറ്റ് ഇന്നില്ല എന്ന് പറഞ്ഞു. നാളെ ഒരു ദിവസത്തേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അക്കോമഡേഷൻ വേറെ തരാം, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വേറെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഈ ഫ്ലൈറ്റും ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ 3 ദിവസത്തേക്ക് ഇല്ലെന്നൊക്കെയാണ് ഞങ്ങൾ കേൾക്കണത്. കൃത്യ വിവരമൊന്നും അറിയില്ല. ഞാൻ കുവൈറ്റിലേക്ക് പോകാൻ വന്നതാണ്. 12 മണിക്ക് വന്നു. അപ്പം ഫ്ലൈറ്റ് ക്യാൻസലാന്ന് പറഞ്ഞു. ഈ വാറ് കാരണമാണ്. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് അറിയുന്നത് ഇതുപോലെ ഫ്ലൈറ്റ് ക്യാൻസൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ എയർപോർട്ട് ക്ലോസ് ചെയ്തത്. ഇവർ ഇവിടെ പറഞ്ഞത് 2 മണി വരെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. 3 മണിയുടെ അൽജസീറ ഫ്ലൈറ്റിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം 3.5 മണിക്കൂർ മുമ്പ് തന്നെ നമ്മളിവിടെ എത്തിയിരുന്നു. 3.5 മണിക്കൂർ മുമ്പ് എത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ കുവൈറ്റ് എയർപോർട്ട് അടച്ചിട്ടിരിക്കുകയാണ്. തുടർന്ന് അവർ ഫ്ലൈറ്റ് വേറെ ദിവസത്തിൽ മാറ്റി തരാമെന്ന് പറഞ്ഞു. അതല്ലാന്നുണ്ടെങ്കിൽ 2 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ചിട്ട് അൽജസീറ റീഷെഡ്യൂൾ ചെയ്തിട്ട് അത് 9:30 പോകുന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ മെസ്സേജും അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ 12 മണിക്ക് വന്നു. 3 മണിക്കായിരുന്നു ഫ്ലൈറ്റ് പോകുന്നത് പറഞ്ഞു. പക്ഷേ ഈ യുദ്ധാടിസ്ഥാന പ്രശ്നമായതുകൊണ്ട് ഫ്ലൈറ്റ് വിടുന്നില്ല, മൊത്തം ബ്ലോക്കാക്കിയിരിക്കുക. ഗേറ്റ് അടച്ചെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ പറഞ്ഞു ഓപ്പൺ ആക്കി 6 മണിയാകുമ്പോൾ കറക്റ്റ് അറിയാമെന്ന് പറഞ്ഞു. പിന്നെ ഇതാണ് ഇഷ്യൂസ്, ഇതേ ഉള്ളൂ. ഡിലേ ആണെന്ന് പറഞ്ഞു, വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പം 6:30 ഒരു മെസ്സേജ് വന്നായിരുന്നു. 6:30 ഷെഡ്യൂൾ ഓക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖത്തർ എയർവേസിലാണ് പോകാൻ വേണ്ടി 4:15 ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി ഒരു മണിയായപ്പോഴത്തേക്ക് ഞാൻ 1 മണിക്ക് മുമ്പ് എത്തി ഇവിടെ. പക്ഷേ ഡിലേ ആയെന്ന് പറഞ്ഞു. ഇപ്പോൾ നെറ്റിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഇപ്പം ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഖത്തർ എയർ സ്പേസ് ഓപ്പൺ ആയിട്ടെന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് ഇവിടെ എത്തിയിട്ട് വേണം ഇനി തിരിച്ചു പോകാൻ. കൊച്ചിയിൽ നിന്ന് അനിൽ ജോർജ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അനിൽ, സാഹചര്യം അല്പസങ്കീർണമാണ്. കാരണം ഇറാൻ നടത്തിയ ഈ പുതിയ ആക്രമണം അത് പ്രവാസി സമൂഹത്തെ പെട്ടെന്ന് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് ആക്കിയിട്ടുണ്ട്. യാത്രകളുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം എയർലൈനുകളാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്? സിയാലിൻ്റെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അരുണ്യ, സിയാലിൻ്റെ ഒരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഔദ്യോഗികമായ വിശദീകരണമൊക്കെ രാത്രി 2 മണിക്ക് വരെ ഉള്ളത് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. സിയാൽ അറിയിച്ചിരിക്കുന്ന ഔദ്യോഗികമായ വിവരമനുസരിച്ച് ആ സമയം തന്നെ ഏതാണ്ട് 9ഓളം ഫ്ലൈറ്റുകളാണ് റദ്ദാക്കിയത്. അതിൽ 4 എണ്ണം ഇവിടേക്ക് കൊച്ചിയിലേക്ക് എത്താനുള്ള ഫ്ലൈറ്റുകളായിരുന്നു, മറ്റുള്ളവ ഇവിടുന്ന് പോകാനുള്ളതായിരുന്നു. ഇപ്പോൾ 6 മണിക്ക് ശേഷം നമ്മൾക്ക് ലഭിക്കുന്ന അനൗദ്യോഗിക വിവരമനുസരിച്ച് ഏതാണ്ട് 15ഓളം ഫ്ലൈറ്റുകൾ കൊച്ചി നിന്ന് റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധി ഫ്ലൈറ്റുകൾ വല്ലാതെ താമസിക്കുന്നുണ്ട്. രാത്രി 12 മണി മുതൽ ഒപ്പം തന്നെ പുലർച്ചെ 4 മണിക്കൊക്കെ പോകേണ്ടിയിരുന്ന ഫ്ലൈറ്റുകൾ ഒന്നും തന്നെ പോയിട്ടില്ല. ചെക്കിൻ നടത്തി അകത്ത് ആളുകൾ ഇരിപ്പുണ്ട്. അവരും ഏതാണ്ട് 12 മണിക്ക് ശേഷം അകത്ത് കയറിയ ആളുകൾ അടക്കം അകത്ത് ഇരിക്കുകയാണ്. അവർ പുറത്തേക്ക് വരുന്നുമില്ല. എന്നാൽ അവരുടെ ഫ്ലൈറ്റുകളൊന്നും എത്തിയിട്ടുമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പല ഫ്ലൈറ്റുകളും കൊച്ചിയിലേക്ക് എത്തേണ്ടതായിരുന്നു. കൊച്ചിയിൽ എത്തിയതിന് ശേഷം തിരികെ പോകേണ്ട ഫ്ലൈറ്റുകളായിരുന്നു. ഈ പുലർച്ചെ 4 മണിക്കൊക്കെ പോകേണ്ടിയിരുന്ന ഫ്ലൈറ്റുകൾ ആ രീതിയിലുള്ളതായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ കൊച്ചിയിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രമല്ല യൂറോപ്പ്, അമേരിക്കയിലേക്കൊക്കെ പോകാനുള്ള യാത്രക്കാർ അടക്കം ഇവിടെ കൊച്ചിയിൽ ഏതാണ്ട് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവരുടെയൊക്കെ ഫ്ലൈറ്റുകൾ ഇനി എപ്പോഴാണ് എന്നത് സംബന്ധിച്ച് പോലും കൃത്യമായ ഒരു വിവരം നൽകാൻ കഴിയുന്നില്ല. കൊച്ചിയിൽ നിന്നും ഏറ്റവും കൂടുതൽ റദ്ദാക്കിയ ഫ്ലൈറ്റ് എയർ ഇന്ത്യയുടെയും ഒപ്പം ഇൻഡിഗോയുടെയുമാണ്. ഇൻഡിഗോയുടെ ഏതാണ്ട് പുലർച്ചെ ഉണ്ടായിരുന്ന ഫ്ലൈറ്റുകളെല്ലാം തന്നെ റദ്ദാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. നിരവധി
ആളുകൾ, അവരെ കൊണ്ടുവിടാൻ വന്നവർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ്. പലരോടും പറഞ്ഞിരിക്കുന്ന സമയം രാവിലെ 6 മണി മുതൽ ഷെഡ്യൂളിലേക്ക് കടക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ ആദ്യ സമയത്ത് സിയാൽ പ്രകടിപ്പിച്ചിരുന്നു. വിമാന കമ്പനികളും ആ രീതിയിലുള്ള അറിയിപ്പുകൾ ആളുകൾക്ക് നൽകുകയും ചെയ്തിരുന്നു. അതിനനുസരിച്ച് കാത്തിരിപ്പ് തുടരുകയാണ് ആളുകൾ. പക്ഷേ ഇപ്പോൾ 6 മണി കഴിഞ്ഞു. പക്ഷേ യാതൊരു തരത്തിലുമുള്ള ഒരു പുതിയ അറിയിപ്പിലേക്ക് വിമാന കമ്പനികളോ അല്ലെങ്കിൽ സിയാലോ കടന്നിട്ടില്ല. അതിനാൽ തന്നെ ആളുകൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. 9 മണിക്ക് ശേഷമാണ് പലതും ഇപ്പോൾ ഏതാണ്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വിമാനത്താവളത്തിലെ ഡിസ്പ്ലേ ബോർഡിൽ കാണാം ഇത്തരത്തിൽ ഉള്ള അറിയിപ്പുകൾ. പക്ഷേ അതിൽ ഏറിയ പങ്കും റെഡ് മാർക്കിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യമാണ്. അതായത് പലതും ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന അറിയിപ്പിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ആളുകൾ പലരും ദൂര സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തിയതിനു ശേഷമൊക്കെയായിരുന്നു ഇത്തരത്തിൽ ഉള്ള പ്രതിസന്ധി ഉണ്ടായത്. അതിനാൽ തന്നെ വലിയ തോതിലുള്ള തിരിച്ചു പോകാനും കഴിയാത്ത രീതിയിൽ അവർ എത്തുകയും ചെയ്തിരുന്നു. പലരും ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന പലരും ഇന്ന് അവിടെ രാവിലെ 10 മണിയോടുകൂടിയൊക്കെ തിരികെ അവരുടെ ജോലികളിൽ പ്രവേശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതും നടക്കില്ല. എന്നാൽ ഈ പ്രത്യേകമായ ഒരു സാഹചര്യമൊക്കെ പരിഗണിച്ച് ഇവർക്കെല്ലാം അവധി നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവർ ജോലിയിൽ പ്രവേശിച്ചാൽ മതിയെന്ന് അവരുടെ കമ്പനികളൊക്കെ അറിയിച്ചതായാണ് നമ്മളോട് യാത്രക്കാർ അടക്കമുള്ളവർ പറഞ്ഞത്. ഒപ്പം അവരെ കൊണ്ടുവിടാൻ വന്ന ബന്ധുക്കളടക്കം ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് അമ്മമാർ ഒക്കെ യാത്രയ്ക്കായി എത്തിയ അമ്മമാരെയൊക്കെ വിടാൻ വന്ന യാത്രയയക്കാൻ വന്ന കുട്ടികളടക്കം ഉള്ള ആളുകൾ ഇവിടെ ഇങ്ങനെ കാത്തിരിപ്പ് തുടരുകയുമാണ്. കൃത്യമായ ഒരു അറിയിപ്പിലേക്ക് സിയാൽ അടക്കം കടക്കുന്നില്ല. കാരണം സിയാലിനും ഒരു കൃത്യമായ അറിയിപ്പിലേക്ക് എത്തണമെങ്കിൽ വിമാന കമ്പനികൾ കൃത്യമായ ഒരു ഇൻഫർമേഷനിലേക്ക് മാറേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയും ഇവിടുന്ന് അതായത് പുലർച്ചെ ഏതാണ്ട് 3 മണി മുതൽ കൊച്ചിയിൽ നിന്നും സർവീസ് നടത്തേണ്ടിയിരുന്ന വിമാനങ്ങളെല്ലാം തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തേണ്ടതായിരുന്നു. കൊച്ചിയിൽ എത്തിയതിനു ശേഷം വീണ്ടും അടുത്ത സർവീസ് നടത്താനുള്ള വിമാനങ്ങളായിരുന്നു. അവയൊന്നും തന്നെ കൊച്ചിയിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനാൽ തന്നെ ഇതിൽ പല വിമാനങ്ങളും വഴിതിരിച്ചു വിടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായാണ് ലഭ്യമാകുന്ന വിവരം. ഇത് സംബന്ധിച്ച് വിമാന കമ്പനികൾ ഒരു കൃത്യമായ ഒരു വിവരം ഇതുവരെയും നൽകിയിട്ടുമില്ല. അതിനാൽ തന്നെ സിയാലും പുതിയ ഷെഡ്യൂൾ അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴേക്കുണ്ടാകും എന്നതിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ 9 മണിക്ക് ശേഷമുള്ള 3 ഫ്ലൈറ്റുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഉള്ള ആളുകൾ ഇപ്പോഴും ചെക്ക് ഇൻ ചെയ്യുന്നുണ്ട്. അവർ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് മാത്രമാണ് ഏതാണ്ട് സിയാലിൽ നിന്ന് ഒരു കൃത്യമായ വിവരം കിട്ടുന്നത്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകളെ സംബന്ധിച്ച് ഏതാണ്ട് എല്ലാ ഗൾഫ് മേഖലയിലേക്കുള്ള എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകൾ എല്ലാം തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന ഒരു അറിയിപ്പ് ലഭ്യമായിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇൻഡിഗോയുടെ പല വിമാന സർവീസുകളും റദ്ദാക്കിയതിൽ പെടുന്നുണ്ട്. അതിനാൽ തന്നെ യാത്രക്കാർ പക്ഷേ ഈ യാത്രക്കാരുടെ ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു കൃത്യമായ വിവരം ലഭ്യമല്ല. അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇൻ്റർനാഷണൽ ടെർമിനലിൽ സിയാലിൻ്റെ ഇൻ്റർനാഷണൽ ടെർമിനലിലല്ല വിമാന കമ്പനികളുടെ ഓഫീസുകൾ ഒന്നും വർക്ക് ചെയ്യുന്നത്. അതെല്ലാം പഴയ ടെർമിനൽ, ഇപ്പോഴത്തെ ഡൊമസ്റ്റിക്കിലാണ്, പഴയ ഇൻ്റർനാഷണലിലാണ് ഇത്തരം കമ്പനികളുടെ. അതാണ് യാത്രക്കാരുടെ സുരക്ഷയടക്കം കണക്കിലെടുത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും എയർ ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നു. കൊച്ചിയിലേക്ക് 4 വിമാനങ്ങളടക്കം 11 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. പല വിമാനങ്ങളും പോയിടത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും അടുത്ത ഷെഡ്യൂളിംഗ്. ഇത് സംബന്ധിച്ച് യാത്രക്കാർക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളൊന്നും ഘട്ടത്തിൽ നൽകിയിട്ടില്ലെങ്കിലും പലരും പ്രവാസികളടക്കമുള്ളവർ വിമാനത്താവളങ്ങളിൽ കാത്തിരിപ്പ് തുടരുകയാണ്. അനിൽ ജോർജാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.